அது ஒன்னா அவருக்கு எல்லாம் எழுதி எப்படி இருக்கு சந்தைக்கு பேசுறீங்களா சரிதான். അശ്വജിത് സി ചേർന്നു കൂടെ. അശ്വജിത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ചത്ത എലിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നമാണ്. വളരെ ശ്രദ്ധയോടുകൂടി മാർക്കറ്റിലൊക്കെ അങ്ങനെ വിറ്റുപോകുന്ന ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നത്തിൻ്റെ കുപ്പിയിൽ നിന്നാണ് ഇത് കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണാവോ നമ്മൾ ഈ വിശ്വസിച്ച് പലതും കഴിക്കുക എന്ന് തോന്നിപ്പോകുന്നു. ഇപ്പോൾ ബീഫ് ഫ്രൈയിൽ പല്ലി കിട്ടുന്നു, ആമസോണിൽ നിന്ന് വരുന്ന പാക്കറ്റിൽ മൂർഖനെ കിട്ടുന്നു, ഇപ്പോഴിതാ ചോക്ലേറ്റ് സിറപ്പിൽ ചത്ത എലി. മോത്തി ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു വിശ്വാസം എന്നത് നമ്മൾ പറയാറുണ്ടല്ലോ, വിശ്വാസം അതാണല്ലോ എല്ലാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ആ വാചകത്തിന് ഒരു പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എവിടെ നിന്ന് ഏത് രൂപത്തിൽ നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിലും അത് എത്ര വലിയ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങളാണെങ്കിലും അത് വ്യക്തമായി പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസം മോത്തി തന്നെ പറഞ്ഞ പോലെ ഒരു ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ഉൽപ്പന്നത്തിൽ പാമ്പാണ് കിട്ടിയതെങ്കിൽ ഇവിടെ എലിയാണ് കിട്ടിയിരിക്കുന്നത്. അത് എങ്ങനെ ഇത് വന്നു എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത്രയും ബ്രാൻഡഡ് വലിയൊരു ബ്രാൻഡ് ഉൽപ്പന്നത്തിൻ്റെ പാക്ക് ചെയ്ത ബോട്ടിലിനകത്ത് ഈ എലി എങ്ങനെ പെട്ടു, അല്ലെങ്കിൽ അത് എന്ത് പിഴവിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്നുള്ളതാണ് പ്രധാനം. ഏതായാലും ഈ യുവതി ആ അനുഭവം കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ആ കമ്പനി അധികൃതർ ഉൾപ്പെടെ ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിഹരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പരിഹരിക്കാമെന്ന് പറഞ്ഞൊഴിഞ്ഞത് കൊണ്ട് കാര്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ ഇത് വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ നിയമം കർക്കശമായ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ആ കമ്പനിക്ക് തന്നെ നിലനിൽപ്പിന് തന്നെ വലിയ പ്രതിസന്ധിയായി. ഇന്ത്യയിൽ ഒരുപക്ഷെ അതൊരു പിഴ അടച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയൊരു ശിക്ഷയൊക്കെ ലഭിച്ചത് തീരാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരുപക്ഷെ അത് അങ്ങനെ ഒതുങ്ങി പോകുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു. മൂത്തിക്ക് എന്ത് തോന്നുന്നു? അശ്വത്തെ, ഞാനും ഇത് തന്നെയാണ് പറയാനിരുന്നത്. അതായത് വളരെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെയൊക്കെ തള്ളിക്കളയും. നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ, അശ്വത്ത് പറഞ്ഞതുപോലെ തന്നെ പിഴയൊക്കെ ഒടുക്കി കുറച്ച് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം പൂർവാധികം ഗംഭീരമായി ഇവരൊക്കെ വീണ്ടും മാർക്കറ്റിലേക്ക് എത്തും. പക്ഷെ അത് മറ്റൊരു രാജ്യമാണ് എങ്കിൽ പിന്നീട് ഒരിക്കലും ആ രാജ്യത്തേക്ക് ഈ പ്രോഡക്റ്റിനെ കയറ്റാത്ത സ്ഥിതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ചത് നമ്മുടെ രാജ്യത്ത് അത് അത്യാവശ്യമല്ലേ? അശ്വത്ത് ഒന്ന് പറയൂ, എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും അത് തന്നെയാണ്, പറഞ്ഞത് തന്നെയാണ്. കാരണം നമ്മളുടെ നിയമങ്ങളിൽ കുറച്ചുകൂടെ കാർക്കശ്യം ഉണ്ടാകുക എന്നുള്ളത് പലപ്പോഴും അനിവാര്യമായി തോന്നുന്നു. ഇത്തരം സംഭവങ്ങൾ ഓരോന്ന് ആവർത്തിക്കുമ്പോഴെങ്കിലും നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. നല്ല ആഹാരം കഴിക്കാനുള്ള നമ്മുടെ അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇതൊക്കെയും. അതുകൊണ്ട് തന്നെ നിയമം കർശനമായിരിക്കട്ടെ. അശ്വത്തെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഏതായാലും ഇമാതിരി അബദ്ധങ്ങളൊന്നും അശ്വത്തിന് സംഭവിക്കരുതേ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ശരി.